അമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഉവ്വ്. വരൂ മോളിരിക്കേ. നോക്ക്, അപ്പോ ഉണ്ണി. ഒന്നിനെ അങ്ങ് നേരത്തെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ രണ്ടാളെ ഒരേപോലെ സൃഷ്ടിച്ചത്. പക്ഷെ എനിക്ക് രണ്ടാളെ ഒന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പൂന് തരാൻ പറ്റാതായി പോയ സന്തോഷം കൂടി ഇനി ഉണ്ണിയുടേന്ന് കിട്ടുമെന്നൊരാശ. അതൊക്കെ ഓർത്തിട്ടാ അമ്മയുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം തോന്നിയത്. ഡോക്ടർ മോള് പറഞ്ഞില്ലേ? അമ്മേ, അത് ഉണ്ണിയേട്ടൻ. ഉണ്ണിക്ക് ഇഷ്ടാവില്ലെന്നാ മോള് പറയണേ? നല്ല കഥ. അവന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസ. അമ്മേ, അതല്ല, എനിക്കത് കഴിയില്ല. എന്താ മോളെ? അത് അമ്മേ, മനസ്സില് മോൾക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. മറുത്തൊന്നും പറയരുത്. ഈ വീടിന് വിളക്കായി നീ എന്നും ഇവിടെ വേണം. എന്താ അമ്മയും മോളും കൂടി ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നു ഉണ്ണിയുടെ കാര്യം. ആഹാ, അതിന് സമയം എത്ര കിടക്കുന്നു? ഈ ജാനുവേട്ടത്തിക്ക് എന്തിനും ധൃതിയാ. അതിന് നന്ദ എവിടെങ്കിലും പോകുന്നു ഇത്രയും തിരക്കൂട്ടാൻ? ജാനുവേട്ടത്തെ വലിയേട്ട അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മോളെന്നവിടെ തനിച്ചിരിക്കണേ? ഇരുന്നോളൂ. വേണ്ട. അവളൊരു പാവാ ജാനുവേ. എന്തെങ്കിലും ഇത്തിരി മതി മനസ്സ് കലങ്ങാൻ. ഇനിയിപ്പോ ഉണ്ണി ഒരുത്തനല്ല അവൾ പ്രതീക്ഷകളെ മുഴുവൻ വെച്ചിരിക്കുന്നത്. അവനൊരു വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനാ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. മോളെ കണ്ടിട്ടാണ് ഈ ആശകളെല്ലാം. മോഹിക്കുമ്പോഴൊന്നും നടക്കില്ല എന്നൊരു തോന്നലുണ്ടായാൽ മതി അവൾ തകരാൻ. അത് താങ്ങാനുള്ള ശക്തി എനിക്കുമില്ല. മോക്ക് മനസ്സുകൊണ്ട് ഇങ്ങനൊരു കാര്യവുമായി പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പറയാണ്, അതില് തെറ്റൊന്നുമില്ല. സമ്മതം എന്നൊരു വാക്ക് മതി. അപ്പുവിനെ ഓർത്ത് ഇന്നും കണ്ണീരൊഴുക്കുന്നവർക്ക് കണ്ണടയുന്ന കാലം വരെ മനസ്സമാധാനം ഉണ്ടാവും. എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാൻ എന്റെ മോക്കാവില്ല. എനിക്കറിയാം. വിമല, നീ അടക്കം എല്ലാവരും എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? നരന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാള്? ഇല്ല, എനിക്ക് കഴിയില്ല വിമല. പക്ഷെ ഒരു സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ മുഖം, ആ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നരനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ആ മുഖം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഈ വീട്ടിൽ
എന്നും കഴിയാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. പക്ഷേ അതിന് നിങ്ങളെല്ലാം പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജാനുവേ, ഇത് മോളുടെ കഴുത്തിൽ വന്നിട്ട് കൊടുത്തേ. സന്തോഷായി എനിക്ക്. അപ്പൂന്റെ ഉണ്ണിയുടെയും ഭാര്യമാരായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ 2 കാശുമാല. അതിലൊന്നും നന്ദമോളുടെ കഴുത്തിൽ ചേരണമെന്ന് തന്നെയാ വിധി. ഇനിയുള്ള ഒരു മാല ഉണ്ണി ഇവളും കൂടെ ഒരു പെൺകുഞ്ഞിനെ എന്റെ കൈ തരുമ്പം അവൾക്ക് കൊടുക്കാനുള്ളതാ. എന്നിട്ട് എന്റെ കണ്ണടയും. ഇതെന്താ ഇത്? ഒരു നിമിഷം ഞാൻ പകച്ചു. മച്ചിലിരിക്കുന്ന ഭഗവതി ഇറങ്ങി വന്നാണെന്ന് വിചാരിച്ചു. ശ്രീത്വം എന്ന് പറയണത് മുഖത്തുനിന്ന് കോരിയെടുക്കാം. ഒന്ന് തൊഴുതോട്ടെ ദേവിയെ. താൻ എന്നും ഇങ്ങനെ നടന്നാ മതിയോ? പൈസ ഇപ്പൊ എത്ര ആയി? തന്റെ വിവാഹം വൈകാണ്ട് നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. മനസ്സിലാവണുണ്ടോ? ഉവ്വ. ആ, പക്ഷേ അതിനൊക്കെ സമയമുണ്ടല്ലോ. എപ്പോ? മൂക്കിൽ പല്ലിറങ്ങിട്ടോ? അതോ ഞങ്ങളൊക്കെ അങ്ങ് പരലോകത്ത് ചെന്നിട്ടോ? മറുത്തൊന്നും പറയണ്ട, ഞങ്ങളത് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ നന്ദ തന്നെ. അതെയോ? ഉം. അതെങ്ങനെയാ കുട്ടി? അതിന്റെ തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലെങ്കിൽ ഇപ്പൊ തെറ്റായിട്ട് എന്താ ഉള്ളത്? അപ്പൂന്റെ വിധവയൊന്നുമല്ല അവള്. തന്നെ പോലൊരു നാടനെ കല്യാണം കഴിക്കാൻ ആ കുട്ടി എതിർപ്പൊന്നും കാണിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യം. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലുക. ഇനിയൊക്കെ സമയമാകുമ്പോ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. തനിക്കൊരു വിവാഹം എന്നുള്ളത് കൂടുതല് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാ നമ്മൾ ചെയ്യുന്നത്. അത് തന്റെ കൂടപ്പുറപ്പിനോടുള്ള കടമയാണെന്ന് കൂടി കരുതിക്കോളൂ. നിനക്ക് എന്താ കുട്ടിയെ ഭ്രാന്തുണ്ടോ? ഞാൻ ഇതിന് തിരയാൻ സ്ഥലം ബാക്കിയില്ല. ഒടുക്കം നോക്കുമ്പോഴല്ലേ കുളിപ്പോരയിൽ ഒന്നിരുന്ന് നിലവിളിക്കുന്നു. എന്താന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. നടക്ക. പ്രായമായ പെണ്ണാണെന്ന് വിചാരമില്ല.